അസ്സലാമുഅലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അല്ലാഹുമ്മ ഗ്ഫിർ ലി വലിവാലിദി വലിഉസ്താദി വലിമുസന്നിഫി ഹാദൽ കിതാബി യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട 6ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, ജുമുഅ നിസ്കാരം ഫിഖ്ഹിലെ 7ാം ഏകകം ജുമുഅ നിസ്കാരം, അതാണല്ലോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്തത്. അതിൻ്റെ അടുത്ത ഭാഗം അഹ്കാമുൽ ജുമുഅത്ത്, ജുമുഅയുടെ അഹ്കാമുകൾ എന്നതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവരും പാഠം 2-3 പ്രാവശ്യം ആവർത്തിച്ച് കേൾക്കുകയും നന്നായി പഠിച്ച് വർക്ക് ബുക്കൊക്കെ ഫില്ല് ചെയ്ത് ക്ലിയറാക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ശ്രദ്ധിക്കുക. തജിബുൽ ജുമുഅത്തു അലാ കുല്ലി മുസ്ലിമിൻ മുക്കല്ലഫിൻ ദക്കറിൻ ഫർദിൻ മുഖീമിൻ ഗൈറ മഅദൂരിൻ ബിഉദ്രിൻ മിൻ അഅദാരിൽ ജമാഅത്തി ഫലാ ജുമുഅത്ത അലാ സ്വബിയ്യിൻ വലാ മജ്നൂനിൻ വലാ അലാ അബ്ദിൻ വലാ ഇംറഅത്തിൻ വലാ മുസാഫിരിൻ വലാ മരിയദിൻ ലാകിൻ യുസ്തഹബ്ബു ഹുദൂറുഹാ ലിസ്വബിയ്യി വൽ അബ്ദി വൽ മുസാഫിരി വൽ മർഅത്തു ലാ തജിബു അലൈഹൽ ജുമുഅത്തു ബൽ യുക്റഹു ഹുദൂറുഹാ വയഹ്റമു ഇൻദ ഖൗഫിൽ ഫിത്നതി വഅഹ്ലു ഖറിയത്തിൻ ഇൻ കാന ഫീഹിം 40 മിൻ അഹ്ലിൽ ജുമുഅത്തി ലസിമത്തുഹും ഇഖാമത്തുൽ ജുമുഅത്തി ഫീഹാ وإن لم يكن فيهم هذا العدد لزمهم الذهاب إلى بلد يسمعون من جانب النداء ومن لزمته الجمعة لم يصح ظهره قبل سلام الإمام من الجمعة. أما المعذور إن رجا زوال عذره ندب له تأخير ظهره. وأما من لا يرجو زوال عذره كالمرأة നുദിബ ലഹു തഅജീലുൽ ളുഹരി വയഹ്റുമു സഫറു ബഅദൽ ഫജ്രി ഇൻ ഖാഫ ഫൗതൽ ജുമുഅത്തി. ഇൻഷാ അല്ലാഹ് നമുക്കതിൻ്റെ ആശയം പറയാം. എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം എന്നറിയിക്കുന്നു. അഹ്കാമുൽ ജുമുഅ, ജുമുഅയുടെ വിധികളാണ്. ജമാഅത്ത് ഒഴിവാക്കൽ അനുവദനീയമായ കാരണങ്ങൾ ഇല്ലാത്ത, ജമാഅത്ത് ഒഴിവാക്കൽ അനുവദനീയമായ കാരണങ്ങളില്ലാത്ത, നാട്ടിൽ സ്ഥിര താമസക്കാരനായ, സ്വതന്ത്രനായ, പുരുഷനായ, മുക്കല്ലഫായ എല്ലാ മുസ്ലിമിനും ജുമുഅ നിസ്കാരം നിർബന്ധമാണ്. ജമാഅത്ത് ഒഴിവാക്കൽ അനുവദനീയമായ കാരണങ്ങളില്ലാത്ത, നാട്ടിൽ സ്ഥിരതാമസക്കാരനായ, സ്വതന്ത്രനായ, മുക്കല്ലഫായ, പുരുഷനായ എല്ലാ മുസ്ലിമിനും ജുമുഅ നിസ്കാരം നിർബന്ധമാണ്. കുട്ടികൾക്ക്, ഭ്രാന്തന്മാർക്ക്, അടിമകൾക്ക്, സ്ത്രീകൾക്ക്, യാത്രക്കാർ, അതുപോലെ രോഗികൾ എന്നിവർക്ക് ജുമുഅ നിർബന്ധം ഇല്ല. എങ്കിലും ജുമുഅക്ക് വരൽ കുട്ടികൾക്കും അടിമകൾക്കും യാത്രക്കാർക്കും സുന്നത്തുണ്ട്. സ്ത്രീകൾക്ക് ജുമുഅ നിർബന്ധമില്ലെന്ന് മാത്രമല്ല, ജുമുഅക്ക് വരൽ അവർക്ക് കറാഹത്താണ്. ഫിത്ന ഭയപ്പെട്ടാൽ സ്ത്രീകൾ ജുമുഅക്ക് പോകുന്നത് ഹറാമുമാണ്. ഇനി ഒരു നാട്ടിൽ ജുമുഅയുടെ അഹ്ലുകാരായ 40 ആളുകളുണ്ടെങ്കിൽ അവിടെ ജുമുഅ സ്ഥാപിക്കൽ നിർബന്ധമാണ്. ആ എണ്ണം 40 എണ്ണം അവർ തികയുകയില്ല. ജുമുഅയുടെ അഹ്ലുകാരായ ആളുകൾ 40 എണ്ണം പൂർത്തിയാവുകയില്ലെങ്കിൽ ബാങ്ക് കേൾക്കുന്ന ഭാഗത്തേക്ക്, അടുത്ത നാട്ടിൽ നിന്ന് ബാങ്ക് കേൾക്കുന്ന ഭാഗത്തേക്ക് ജുമുഅക്ക് പോകൽ അവർക്ക് നിർബന്ധമാണ്. മറ്റൊരു കാര്യം, ജുമുഅ നിർബന്ധമുള്ള ഒരു വ്യക്തി ഇമാമ് ജുമുഅയിൽ നിന്ന് സലാം വീട്ടുന്നതിന് മുമ്പ് ളുഹർ നിസ്കാരം നിർവഹിക്കാൻ പാടില്ല. അത് സഹീഹാകുകയില്ല. കാരണം നൽകപ്പെട്ടതുകൊണ്ടാണ് ജുമുഅക്ക് പോകാത്തതെങ്കിൽ, കാരണം നീങ്ങുമെന്ന് പ്രതീക്ഷയുള്ള
വ്യക്തിയാണെങ്കിൽ അവനിക്ക് ളുഹർ നിസ്കാരം ബന്ധിക്കൽ സുന്നത്താണ്. കാരണം നീങ്ങാത്ത സ്ത്രീകളെ പോലെയുള്ള വ്യക്തികളാണെങ്കിൽ ജുമുഅ ദിവസവും ളുഹർ നിസ്കാരത്തിനെ പെട്ടെന്ന് നിർവഹിക്കൽ സുന്നത്താണ്. അതുപോലെ ജുമുഅ ദിവസം ജുമുഅ നഷ്ടപ്പെടുമെന്ന ഭയമുണ്ടെങ്കിൽ ഫജ്റിന് ശേഷം യാത്ര പോകുന്നതും ഹറാമാണ്. എല്ലാവർക്കും ആശയം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്നുകൂടെ അർത്ഥം വെച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇൻഷാ അല്ലാഹ് പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. തജിബുൽ ജുമുഅത്തു അലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും ജുമുഅ നിസ്കാരം നിർബന്ധമാണ്. മുക്കല്ലഫിൻ, മുക്കല്ലഫായ, മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള എന്നർത്ഥം. പ്രായപൂർത്തിയായ ആൾ. ദക്കരിൻ, പുരുഷനായ. ഹുർരിൻ, സ്വതന്ത്രനായ. മുഖീമിൻ, നാട്ടിൽ സ്ഥിര താമസക്കാരനായ. ഗൈറ മഅദൂരിൻ, കാരണങ്ങൾ നൽകപ്പെടാത്ത. ബിഉദ്രിൻ മിൻ അഅ്ദാരി ജമാഅത്തി, ജമാഅത്തിന് പോകാതിരിക്കൽ അനുവദനീയമായ, ജമാഅത്തിന് പോകാതിരിക്കൽ അനുവദനീയമായ കാരണങ്ങൾ നൽകപ്പെടാത്ത. അപ്പം കൂട്ടി പറഞ്ഞാൽ ജമാഅത്തിന് പോകാതിരിക്കൽ അനുവദനീയമായ കാരണങ്ങൾ നൽകപ്പെടാത്ത, നാട്ടിൽ സ്ഥിര താമസക്കാരനായ, സ്വതന്ത്രനായ, പുരുഷനായ, മുക്കല്ലഫായ എല്ലാ മുസ്ലിമിനും ജുമുഅ നിർബന്ധമാണ്. ഇനി ഫലാ ജുമുഅത്ത, അപ്പോൾ ജുമുഅ നിർബന്ധമില്ല. അലാ സ്വബിയിൻ, കുട്ടികൾക്ക്. വലാ മജ്നൂനിൻ, ഭ്രാന്തന്മാർക്ക്. വലാ അബ്ദിൻ, അടിമകൾക്ക്. വലംറഅത്തിൻ, സ്ത്രീകൾക്ക്. വലാ മുസാഫിരിൻ, യാത്രക്കാർക്ക്. വലാ മരീദിൻ, രോഗികൾക്ക്. ലാക്കിൻ, എങ്കിലും യുസ്തഹബ്ബു ഹുദൂറുഹ, ജുമുഅക്ക് പോകൽ സുന്നത്താക്കപ്പെടും. ലിസ്വബിയി, കുട്ടികൾക്ക്. വൽ അബ്ദി, അടിമകൾക്ക്. വൽ മുസാഫിരി, യാത്രക്കാർക്ക്. ഇത്രയും ആളുകൾക്ക് ജുമുഅക്ക് പോകൽ സുന്നത്തുണ്ട്, നിർബന്ധം ഇല്ല. വൽ മർഅത്തു, സ്ത്രീകൾ. ലാ തജിബു അലൈഹൽ ജുമുഅത്തു, അവർക്ക് ജുമുഅക്ക് പോകൽ നിർബന്ധം ഇല്ല. ബൽ യുക്റഹു ഹുദൂറുഹ, സ്ത്രീകൾ ജുമുഅക്ക് പോകൽ കറാഹത്താണ്. വയഹ്റുമു, സ്ത്രീകൾ ജുമുഅക്ക് പോകൽ ഹറാമാണ്. ഇന്ദ ഖൗഫിൽ ഫിത്നതി, ഫിത്ന ഭയപ്പെട്ടാൽ. ഇനി വാഹിലു ഖറിയത്തിൻ, ഒരു നാട്ടുകാർ. ഇൻകാന ഫീഹിം, അവരിൽ ഉണ്ടായാൽ. അർബഊന മിൻ അഹ്ലിൽ ജുമുഅത്തി, ജുമുഅ നിർബന്ധമുള്ള 40 വ്യക്തികൾ, ജുമുഅയുടെ അഹ്ലുകാരായ 40 വ്യക്തികൾ ഉണ്ടായാൽ. ലസിമത്തുഹും, അവർക്ക് നിർബന്ധമാണ്. ഇഖാമത്തുൽ ജുമുഅത്തി ഫീഹാ, ആ നാട്ടിൽ ജുമുഅ നിലനിർത്തൽ നിർബന്ധമാണ്. വഇല്ലം യകുൻ ഫീഹിം, അവരിൽ ഇല്ലെങ്കിൽ. ഹാദൽ അദദു, ഈ പറഞ്ഞ 40 എണ്ണം, ജുമുഅയുടെ അഹ്ലുകാരായ 40 ആളുകൾ പൂർത്തിയായിട്ടില്ലെങ്കിൽ. ലസിമഹുമുൽ ദഹാബു, അവർക്ക് പോകൽ നിർബന്ധമാണ്. ഇലാ ബലദിൻ യസ്മഊന മിൻ ജാനിബിൻ നിദാഇ, നിദാഅ, ബാങ്ക് കേൾക്കുന്ന അടുത്ത നാട്ടിലേക്ക് പോകൽ അവർക്ക് നിർബന്ധമാണ്. വമൻ ലസിമത്തുഹുൽ ജുമുഅത്തു, ജുമുഅ നിർബന്ധമുള്ള ഒരു വ്യക്തി. ലം യസിഹ ളുഹ്റുഹു, അവൻ്റെ ളുഹ്ർ നിസ്കാരം സഹീഹാകുകയില്ല. ഖബല സലാമിൽ ഇമാമി മിനൽ ജുമുഅത്ത്, ജുമുഅയിൽ നിന്ന് ഇമാം സലാം വീട്ടുന്നതിന് മുമ്പ്. അപ്പം ളുഹ്ർ നിസ്കാരം നിർബന്ധമുള്ള വ്യക്തിയാണ്, അവൻ ജുമുഅക്ക് പോയിട്ടില്ല. എന്നാൽ അവനിക്ക് പെട്ടെന്ന് തന്നെ ജുമുഅ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. ഇമാമ് ജുമുഅയിൽ നിന്ന് സലാം വീട്ടി എന്ന് ഉറപ്പായതിനു ശേഷം മാത്രമേ അവൻ ളുഹ്ർ നിസ്കാരം നിർവഹിക്കാൻ പാടുള്ളൂ. ഇനി അമ്മൽ മഅദൂറു, അപ്പോൾ കാരണം നൽകപ്പെട്ടവൻ. എൻ റജാ സവാല ഉദ്രിഹി, നീങ്ങുമെന്ന് പ്രതീക്ഷയുള്ള കാരണമാണെങ്കിൽ, രോഗം പോലെയുള്ള നീങ്ങുമെന്ന് പ്രതീക്ഷയുള്ള കാരണമാണെങ്കിൽ. നുദിബ ലഹു തഅഖീറു ളുഹ്രിഹി, അവൻ്റെ ളുഹ്ർ നിസ്കാരം പിന്തിക്കൽ അവനിക്ക് സുന്നത്താണ്.
അപ്പോൾ അമ്മാമൻ ലായർജു സവാല ഉദരിഹി, കാരണം നീങ്ങുമെന്ന് പ്രതീക്ഷയില്ലാത്ത ആളുകൾ, കൽമർത്തി സ്ത്രീകളെ പോലെ. സ്ത്രീകൾക്ക് സ്ത്രീകൾ എന്നതാണല്ലോ കാരണം, അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ കാരണം നീങ്ങുകയില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ളുഹർ നിസ്കാരം നിർവഹിക്കലാണ് സുന്നത്ത്. സാധാരണ ചിലപ്പം ചില ആളുകൾക്ക് ജുമ വെള്ളിയാഴ്ച ദിവസമല്ല അല്പം കഴിഞ്ഞിട്ട് നിസ്കരിക്കാം എന്ന് കരുതി ചില സ്ത്രീകളൊക്കെ ജുമ ദിവസം ളുഹർ നിസ്കാരം പിന്തിക്കുന്ന ചില സ്വഭാവം ചില ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. എന്നാൽ അന്ന് പിന്തിക്കുകയല്ല വേണ്ടത്. സാധാരണ പോലെ തന്നെ അവ്വൽ വക്തിൽ തന്നെ അവർ ളുഹർ നിസ്കാരം നിർവഹിക്കുകയാണ് വേണ്ടത്. അപ്പോൾ യഹ്റുമു സഫറു, യാത്ര പോകൽ ഹറാമാണ്. ബഅദൽ ഫജ്രി, ഫജ്റിന് ശേഷം. ഇൻ ഹാഫ ഫൗതൽ ജുമഅത്തി, ജുമഅ നിസ്കാരം നഷ്ടപ്പെടുമെന്ന് ഭയപ്പെട്ടാൽ. ഇനി ഞാനിതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയാം. ജുമഅ നിസ്കാരം നിർബന്ധമാണ് ആർക്ക്? ജമാഅത്തിന് പോകൽ അനുവദനീയമല്ലാത്ത കാരണങ്ങളുള്ള, നാട്ടിൽ സ്ഥിര താമസക്കാരനായ സ്വതന്ത്രനായ പുരുഷനായ മുക്കല്ലഫായ എല്ലാ മുസ്ലിമിനും ജമാഅത്തിന് പോകൽ അനുവദനീയമല്ലാത്ത കാരണങ്ങളുള്ള, നാട്ടിൽ സ്ഥിര താമസക്കാരനായ സ്വതന്ത്രനായ പുരുഷനായ മുക്കല്ലഫായ എല്ലാ മുസ്ലിമിനും. ജുമ നിർബന്ധമില്ലാത്തവർ ആരെല്ലാം? ഉത്തരം: കുട്ടികൾ, ഭ്രാന്തന്മാർ, അടിമകൾ, സ്ത്രീകൾ, യാത്രക്കാർ, രോഗികൾ എന്നിവർക്ക് ജുമ നിർബന്ധം ഇല്ല. ജുമ നിർബന്ധമില്ലെങ്കിലും ജുമക്ക് പോകൽ സുന്നത്തുണ്ട്. ആർക്കെല്ലാം? ഉത്തരം: കുട്ടികൾ, അടിമകൾ, യാത്രക്കാർ എന്നിവർക്ക് ജുമക്ക് പോകൽ സുന്നത്തുണ്ട്. സ്ത്രീകൾ ജുമക്ക് പോകുന്നതിൻ്റെ വിധി എന്ത്? ഉത്തരം: സ്ത്രീകൾക്ക് ജുമ നിർബന്ധമില്ല, മാത്രമല്ല കറാഹത്താണ്. സ്ത്രീകൾ ജുമക്ക് പോകൽ ഹറാമാകും എപ്പോൾ? ഉത്തരം: ഫിത്ന ഭയപ്പെട്ടാൽ സ്ത്രീകൾ ജുമക്ക് പോകൽ ഹറാമാണ്. ഒരു നാട്ടിൽ ജുമയുടെ അഹലുകാരായ 40 പേരുണ്ട്. പക്ഷേ 40 പേരുണ്ട്, എന്നാൽ അവർക്ക് നിർബന്ധമാണ് എന്ത്? ഉത്തരം: അവിടെ ജുമ നിലനിർത്തൽ അവർക്ക് നിർബന്ധമാണ്. ഒരു നാട്ടിൽ ജുമയുടെ അഹലുകാരായ ആളുകൾ 40 എണ്ണം പൂർത്തിയാവുകയില്ല. എന്നാൽ അവർ എന്ത് ചെയ്യണം? അടുത്ത നാട്ടിൽ ബാങ്ക് കേൾക്കുന്ന സ്ഥലത്തേക്ക് ജുമക്ക് വേണ്ടി അവർ പോകണം. ജുമ നിർബന്ധമുള്ള വ്യക്തി ജുമക്ക് പോയിട്ടില്ലെങ്കിൽ എപ്പോഴാണ് ളുഹർ നിസ്കാരം നിർവഹിക്കേണ്ടത്? ഉത്തരം: ജുമയിൽ നിന്ന് ഇമാമ് സലാം വീട്ടിയതിനു ശേഷം. ജുമ നിർബന്ധമുള്ള വ്യക്തി ളുഹറിനെ പിന്തിക്കൽ ളുഹറിനെ ഉള്ളരിക്കൽ. ജുമ നിർബന്ധമുള്ള വ്യക്തി ജുമ നിർബന്ധമില്ലാത്ത വ്യക്തികൾ ജുമ ദിവസം ളുഹർ നിസ്കാരം നിർവഹിക്കേണ്ടത് എപ്പോൾ? ഉത്തരം: ളുഹർ നിസ്കാരം പെട്ടെന്ന് നിർവഹിക്കൽ സുന്നത്താണ്. ജുമ ദിവസം യാത്ര പോകുന്നതിൻ്റെ വിധി എന്ത്? ജുമ ദിവസം ജുമ നഷ്ടപ്പെടുമെന്ന് കണ്ടാൽ ഫജ്റിന് ശേഷം യാത്ര പോകൽ ഹറാമാണ്. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വഅലിഹി വസഹ്ബിഹി അജ്മഈൻ. എല്ലാവരും നന്നായി ശ്രദ്ധിച്ച് പഠിക്കണം എന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.